കണ്ടന്റ് റൈറ്റിംഗ്, ടെക്നിക്കൽ റൈറ്റിംഗ് എന്നുള്ളതൊക്കെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ധാരാളം സാധ്യതകൾ ഉള്ള ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് ഒരുപാട് പുതിയ പ്രൊഡക്റ്റുകള്, ഒരുപാട് സ്റ്റാർട്ടപ്പുകള്, ഈ മേഖലയിൽ ഒരുപാട് ഡെവലപ്മെന്റ് നടക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇപ്പോ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലിറ്ററേച്ചർ പോലുള്ള ഒരു മേഖലയിൽ അണ്ടർ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ജേർണലിസം പോലുള്ള മേഖലയിൽ അണ്ടർ ഗ്രാജുവേറ്റ് ആയ ആളുകൾക്കൊക്കെ ഭാഷയിൽ നല്ല പ്രാവീണ്യമുള്ള ആളുകൾക്ക് കണ്ടന്റ് റൈറ്റിംഗ്, ക്രിയേറ്റീവ് റൈറ്റിംഗ്, ടെക്നിക്കൽ റൈറ്റിംഗ് പോലുള്ള മേഖലയിലേക്ക് വരാൻ ധാരാളം അവസരങ്ങൾ ഇന്നുണ്ട്. നമുക്ക് ഒരു BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറോ അല്ലെങ്കിൽ ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ കോഴ്സൊക്കെ കഴിഞ്ഞ് ഭാഷയിൽ നല്ല കഴിവുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും IT കമ്പനികളിലും സോഫ്റ്റ്വെയർ കമ്പനികളിലും ഒക്കെ തൊഴിൽ കിട്ടാനുള്ള ഒരു വലിയ അവസരം യഥാർത്ഥത്തിൽ കണ്ടന്റ് റൈറ്റിംഗിലൂടെയും ക്രിയേറ്റീവ് റൈറ്റിംഗിലൂടെയും ടെക്നിക്കൽ റൈറ്റിംഗിലൂടെയൊക്കെ വരുന്നുണ്ട്. അപ്പോ കണ്ടന്റ് റൈറ്റിംഗിൽ തന്നെ ഇപ്പൊ നമുക്കറിയാം, ഒരു വെബ്സൈറ്റിൽ അതല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിന്റെ ബ്രോഷറിൽ എങ്ങനെയാണ് ആ പ്രൊഡക്റ്റിനെ വിവരിച്ചിട്ടുള്ളത്, അതിന്റെ ഒരു വെബ്സൈറ്റ് ആകർഷണീയമായ രീതിയിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് മുന്നിൽ ഒരുക്കിയിട്ടുള്ളത്, ഇതിന്റെയൊക്കെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഭാഷയിൽ നല്ല പ്രാവീണ്യമുള്ള ആളുകളൊക്കെ ഇത് വായിച്ചാൽ അവർക്ക് എളുപ്പം മനസ്സിലാകുന്ന വളരെ സരളമായ ഭാഷയിൽ അതിന് ഒഴുക്കോടുകൂടി എഴുതാനും ആളുകളുമായി കണക്ട് ചെയ്യാനും ആളുകളെ ക്യാച്ച് ചെയ്യാനൊക്കെ ഉള്ള ഒരു സ്കില്ല്, ഒരു റൈറ്റിംഗ് സ്കില്ലുള്ള ആളുകൾക്ക് തീർച്ചയായും കണ്ടന്റ് റൈറ്റിംഗിലേക്ക് പോകാം. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് കണ്ടന്റ് റൈറ്റിംഗ് എന്നുള്ളത് ഏറെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒട്ടുമിക്ക വെബ്സൈറ്റുകളും ഇംഗ്ലീഷിലാണ്. ഒട്ടുമിക്കന്റെയും പ്രൊഡക്റ്റുകളുടെ ബ്രോഷർ ആണെങ്കിലും അതിന്റെ റിവ്യൂകളാണെങ്കിലും അതിന്റെ മറ്റു ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ ഇംഗ്ലീഷിലായതുകൊണ്ട് ഇംഗ്ലീഷ് കണ്ടന്റ് റൈറ്റിംഗിന് വലിയ സാധ്യതകൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഇനി ടെക്നിക്കൽ റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു മേഖല ഉണ്ട്. ടെക്നിക്കൽ റൈറ്റിംഗ് പൊതുവെ വലിയ പ്രൊഡക്റ്റുകളുടെ, എസ്പെഷ്യലി ഇലക്ട്രോണിക് പ്രൊഡക്റ്റുകളുടെ യൂസേഴ്സ് മാനുവൽ തയ്യാറാക്കുക, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻസ് തയ്യാറാക്കുക, പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് ഹയർ അതോറിറ്റികളിലേക്ക് അയക്കേണ്ട ലെറ്ററുകൾ, ഡോക്യുമെന്റേഷൻ ഒക്കെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം നല്ല ഭാഷയിൽ ഇതിന്റെ സാങ്കേതികതയെ വളരെ നന്നായി പ്രൊഫഷണലി എഴുതാനും അത് എളുപ്പം മനസ്സിലാകുന്ന രീതിയിലേക്ക് എക്സ്പ്രസ് ചെയ്യാനൊക്കെ കഴിയുന്ന ആളുകൾക്ക് ടെക്നിക്കൽ റൈറ്റിംഗിന്റെ മേഖലയിലും ധാരാളം സാധ്യതകളുണ്ട്. നമ്മുടെ നാട്ടിലെ IT കമ്പനികളും സൈബർ പാർക്കുകളിലും ഇത്തരം ജോലികൾ ധാരാളം വരാറുണ്ട്. അപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലിറ്ററേച്ചർ പോലുള്ള സബ്ജക്ട് പഠിച്ച ആളുകൾക്ക് ഒരു വലിയ സാധ്യതയാണ് കണ്ടന്റ് റൈറ്റിംഗ്, ടെക്നിക്കൽ റൈറ്റിംഗ്, ക്രിയേറ്റീവ് റൈറ്റിംഗ് പോലുള്ള ഒരു മേഖലകൾ. അപ്പോൾ ഈ മേഖലയിൽ ധാരാളം തൊഴിൽ സാധ്യതയുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഭാഷയിൽ ഒരു പ്രാവീണ്യമാണ്. പ്രത്യേകിച്ച് എഴുതി തെളിഞ്ഞൊരു ഭാഷയിൽ ഉണ്ടാകുന്ന പ്രാവീണ്യം. എഴുതിയിട്ടാണ് ടെക്നിക്കൽ റൈറ്റിംഗിലും ക്രിയേറ്റീവ് റൈറ്റിംഗിലും നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഇത്തരം മേഖലയിൽ പോകുന്ന ആളുകൾ ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലും ബ്ലോഗിലും ഒക്കെ എഴുതി തുടങ്ങുകയും അങ്ങനെ എഴുത്തിലൂടെ തെളിയുന്ന ഒരു കരിയറിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുകയും ചെയ്യും.